ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. എജുബ്ലിസ് ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എജുബ്ലിസ് വളരെ പ്രൗഡായിട്ട് നിങ്ങളുടെ ഒരു കാര്യം അവതരിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് NCET അല്ലെങ്കിൽ CUET എക്സാം പഠിക്കാൻ നിങ്ങൾ എജുബ്ലിസിനെ തിരഞ്ഞെടുക്കണം എന്നതിൻ്റെ വ്യക്തമായ ഉത്തരമാണ് ഇന്ന് ഞങ്ങൾ തരാൻ പോകുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ഫാക്കൽറ്റികൾ നമുക്കുണ്ട്. നമ്മൾ നൽകുന്നത് ഹൈബ്രിഡ് മോഡ് കോഴ്സാണ്. നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സുകൾ, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ പ്രോഗ്രഷൻ ലൈവ് നടത്തുന്നു. ഓരോ കുട്ടിയും അവൻ്റെ കോച്ചിങ് എവിടെ എത്തി എന്ന് നമ്മൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പ്രോഗ്രഷൻ ലൈവ് സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. ഇതിനൊക്കെ പുറമെ നമ്മൾ ഏറ്റവും നല്ല എജുബ്ലിസ് ലേണിങ്ങിൻ്റെ പ്രത്യേകതയായിട്ട് ഞങ്ങൾ പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങളുടെ ആപ്ലിക്കേഷൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് എജുബ്ലിസ് ലേണിംഗ് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇത്രത്തോളം വ്യത്യസ്തമാകുന്നു എന്നുള്ള ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അത് എജുബ്ലിസ് ലേണിങ്ങിൻ്റെ വളരെ ഏറ്റവും നൂതനമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് എന്നാണ് ഞാൻ കുറച്ച് പറയാനുള്ളത്. കാരണം ഞങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഓരോ ഫീച്ചറും നിങ്ങളുടെ മുന്നിലേക്ക് എടുത്ത് കാണിക്കുകയാണ്. NCET അതുപോലെ തന്നെ CUET എക്സാം അത് ക്രാക്ക് ചെയ്യാൻ വരുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് കാര്യങ്ങൾ, ഒരുപാട് നോളജ് അവനുണ്ട്. പക്ഷേ ആ നോളജുകൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അടുക്കി ഒതുക്കി അവന് വേണ്ട സാധനങ്ങൾ അവൻ്റെ മുമ്പിലേക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കുകയാണ് എജുബ്ലിസ് ലേണിംഗ് ആപ്പ് ചെയ്യുന്നത്. എജുബ്ലിസ് ലേണിംഗിൽ ആ കോഴ്സിൻ്റെ വളരെ വ്യക്തതയോടുകൂടെ ഫോൾഡറുകൾ ഉണ്ടാക്കി അതിൽ ഓരോന്നിൻ്റെയും സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുകയാണ് എജുബ്ലിസ് ലേണിംഗ് ചെയ്യുന്നത്. നമ്മുടെ നേരത്തെ തുടങ്ങിയിട്ടുള്ള ലോങ് ടേം ബാച്ചിലെ വിദ്യാർത്ഥികൾ ഓരോരുത്തരും അതിൻ്റെ ഗുണഭോക്താക്കളാണ്. അവർ പറയുന്ന ഓരോ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് തന്നെ നിങ്ങളോട് ഈ ഒരു കാര്യം ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് NCET CUET എക്സാമിന് വേണ്ടത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആണ് എന്നുള്ളതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. ആ മോക്ക് ടെസ്റ്റുകൾ നന്നായി ചെയ്യുമ്പോഴേക്ക് ഒരു വിദ്യാർത്ഥി ആ എക്സാമിന് വേണ്ട രീതിയിൽ നന്നായിട്ട് പ്രിപ്പയർ ആയി വരുന്നു. ഒരു എക്സാമ്പിൾ നമ്മളതിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണ്. എന്നിട്ട് അതിൽ നമ്മൾ PYQ ടെസ്റ്റുകൾ ചെയ്യുകയാണ്, അഥവാ ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ ചെയ്യുകയാണ്. അത് എജുബ്ലിസ് നൽകുന്നുണ്ട്. മന്ത്ലി മെഗാ ടെസ്റ്റുകൾ ചെയ്യുകയാണ്, അത് എജുബ്ലിസ് നൽകുന്നുണ്ട്. അതെങ്ങനെയാണ് ഞാൻ ആപ്ലിക്കേഷനിലെ ഓരോ ഡീറ്റെയിൽസിലേക്ക് നിങ്ങളിലേക്ക് കടന്നു വരാം. ആ കാര്യങ്ങൾ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് ചർച്ച ചെയ്യും. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ലാൻഡിംഗ് പേജാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇന്ത്യാസ് ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ CUET NCET എന്ന എജുബ്ലിസിനെ കുറിച്ച് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ഒരു വർഷത്തെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വാട്സപ്പിലൂടെയും ടെലഗ്രാമിലൂടെയും ഞങ്ങൾ കോച്ചിങ് കൊടുത്തിട്ട് ഇന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നമ്മുടെ മക്കൾ പഠിക്കുകയാണ്. ഇന്ന് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. ഇന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഞങ്ങളുടെ കോച്ചിങ് കൊടുത്ത വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇവരൊക്കെ അവിടെ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾ ഈ വർഷം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഒരു രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തു ഞങ്ങളുടെ കുട്ടികളെ സഹായിക്കാൻ കഴിയുന്നു എന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഞങ്ങൾ NCET CUET ജനറൽ ടെസ്റ്റും ലാംഗ്വേജ് ടെസ്റ്റിനുമുള്ള ഒരു കോഴ്സ് നമ്മളിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഡൊമെയിൻ ടെസ്റ്റ് പഠിക്കാതെ NCETയുടെയും CUETയുടെയും ജനറൽ ടെസ്റ്റ് മാത്രം എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ വരാം. നീറ്റ് പോലെയുള്ള എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, നീറ്റിനോട് കൂടെ ഒരു പ്ലാൻ B എന്ന നിലയ്ക്ക് അവർക്ക് CUET എഴുതാൻ താല്പര്യമുണ്ടാകും. അങ്ങനത്തെ ആളുകൾ വരുമ്പോൾ അവർക്ക് കാണാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾക്ക് NCET വരുമ്പോൾ, നമുക്ക് ജനറൽ ടെസ്റ്റിലേക്ക് വരുമ്പോൾ അതിൽ 4 സബ്ജക്റ്റുകൾ, ജനറൽ ടെസ്റ്റിന്റെ കീഴിൽ വരുന്നത് 4 സബ്ജക്റ്റുകളാണ്. അത് ലോജിക്കൽ റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും സ്റ്റാറ്റിക് GKയും കറന്റ് അഫയേഴ്സുമാണ്. ലാംഗ്വേജ് ടെസ്റ്റിന് പുറമെ ഇതാണ് വരുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് എജുബ്ലിസ് ലേണിംഗ് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസ്സുകൾ തരുന്നത്. നമുക്ക് ഇംഗ്ലീഷിന്റെ പോർഷൻ എടുത്ത് നോക്കിയാൽ നമുക്കിവിടെ കാണാം വീഡിയോ ക്ലാസ്സുകൾ നമുക്ക് കാണാം. ആദ്യം തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കൊടുക്കുന്നു സിലബസ് ഓറിയന്റേഷൻ. CUETയുടെ സിലബസ് ഓറിയന്റേഷൻ നിങ്ങൾക്ക് കാണാമോ? നിങ്ങൾക്ക് സിലബസ് ഓറിയന്റേഷനെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ഇംഗ്ലീഷിന്റെ ഫാക്കൽറ്റി ജാമിയ മില്ലിയയിൽ നിന്ന് പഠിച്ചിറങ്ങിയപ്പോൾ സാന്ദ്ര മാമിന്റെ വളരെ വ്യക്തമായിട്ടുള്ള ഹൗ ടു ഏസ് ദ ലാംഗ്വേജ് പേപ്പർ ഇൻ CUET UG. CUETയിൽ നിങ്ങൾക്ക് എങ്ങനെ ലാംഗ്വേജ് പേപ്പർ കരസ്ഥമാക്കാമെന്ന് സാന്ദ്ര മാമിന്റെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓറിയന്റേഷൻ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് NCET സിലബസിലെ ഓറിയന്റേഷൻ വരികയാണെങ്കിൽ അതും നമ്മൾ നൽകുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇതേ വിഷയം ഇനി നമുക്ക് ഇതിൻ്റെ സിലബസുകൾ നിങ്ങൾ എവിടെയും പോയി നിങ്ങൾ സൈറ്റിൽ പോയി ഒന്നും തപ്പിയെടുക്കേണ്ടത്. ഇതിൻ്റെ സിലബസുകൾ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം
CUET സിലബസ് കാണണമെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്ത് ചെയ്യാം, നമുക്ക് കയറിയെടുക്കാം. എല്ലാ ഡോക്യുമെൻറ്റ്സും ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. CUET സിലബസ് ഇതാ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഇവിടെ നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. ഓക്കെ, ഇനി വരികയാണെങ്കിൽ NCET സിലബസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യം സിലബസ് ഓറിയൻറ്റേഷൻ കണ്ടതിന് ശേഷം ഓരോ വിദ്യാർത്ഥിയും അടുത്തടുത്ത ചാപ്റ്ററുകൾ കാണുകയാണ്. നമുക്ക് ഇപ്പോൾ നമ്മൾ ആദ്യം അവൈലബിൾ ആക്കിയിട്ടുള്ള റീഡിംഗ് കോംപ്രഷൻ ചാപ്റ്ററാണ്. നമ്മുടെ ഓൺ ഗോയിങ് ബാച്ചിൻ്റെ ക്ലാസ്സുകളാണ് ഇവിടെ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വീക്കിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചിൻ്റെ 2 ചാപ്റ്ററുകൾ പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം റീഡിംഗ് കോംപ്രഷൻ്റെ 4 ക്ലാസ്സുകൾ, റീഡിംഗ് കോംപ്രഷൻ്റെ 4 ക്ലാസ്സുകൾ ഇവിടെ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുകയാണ്. ഓക്കെ, ഇനി വരികയാണെങ്കിൽ നമുക്ക് വോയിസിലേക്ക് വരികയാണ്. ഇതിൽ ഏറ്റവും വലിയൊരു ഓപ്ഷനായിട്ട് നമ്മൾ പറയുന്നത് വോയിസിലെടുക്കുമ്പോൾ നിങ്ങൾ വെറുതെ ആ വീഡിയോ കണ്ടു പോകുകയല്ല. വോയിസ് എന്ന പാഠം, വോയിസ് എന്നൊരു ചാപ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട ഉടനെ ആ വീഡിയോയിൽ നിന്നുള്ള ക്വിസിങ്ങിലേക്ക് നിങ്ങൾ പോവേണ്ടതാണ്. ക്വിസിങ്ങൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഭാഗത്ത് നിന്ന് ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടതിൽ നിന്ന് നിങ്ങൾ ആ കണ്ട് മനസ്സിലാക്കിയെന്ന് ഉറപ്പിച്ചിട്ട് എജുബ്ലിസിൽ നിങ്ങൾ പിറകോട്ടടിക്കുന്നുള്ളൂ. നിങ്ങൾ ആ ക്വിസ് ചെയ്യുക. ഇവിടെ ഞാൻ ക്വിസ് ചെയ്യാൻ പോവുകയാണ്. Which of the following verb phrases signals a sentence is the passive voice? പാസീവ് വോയിസിൽ ഇതിൽ ഏതാണ് കൊടുത്തത്? നമുക്ക് റൈറ്റ് ആൻസർ ആണ് അറിയെങ്കിൽ A ആണ് റൈറ്റ് ആൻസർ കൊടുത്തെങ്കിൽ ഓക്കെ, നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ആൻസർ ശരിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഗ്രീൻ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മളിനി അടുത്തതിലേക്ക് പോവുകയാണ്. നമ്മൾ ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഇതും ശരിയായിരുന്നു ഞാൻ ഓപ്റ്റ് ചെയ്തത്. മൂന്നാമത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതും ശരിയാണ്. പക്ഷേ ഒരു കുട്ടികൾ എന്തായിരിക്കില്ല, ഒരു പക്ഷേ ഇത് 3ഉം ശരിയായിരിക്കില്ല. നമുക്ക് എക്സിറ്റ് അടിക്കാം. വീണ്ടും ആ പ്രൊസീഡ് ക്വിസിലേക്ക് പോകാം. വേറെ സെലക്ട് ചെയ്താൽ നമുക്കത് തെറ്റായിട്ടാണ് കാണിക്കുക. അതുപോലെ തന്നെ ഓരോന്നും ശരിയാണെങ്കിൽ നമുക്കത് ഓർഡറിൽ വരും. അല്ലെങ്കിൽ നമ്മൾ എത്രയാണ് ശരിയാക്കുന്നത് ആ തരത്തിൽ വരെ ആ ക്വിസ് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് വരാം സ്റ്റഡി മെറ്റീരിയലിലേക്ക് വരാം. സ്റ്റഡി മെറ്റീരിയൽ വരുമ്പോൾ നമുക്ക് റീഡിംഗ് കോംപ്രഷൻ്റെ സ്റ്റഡി മെറ്റീരിയലുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്കിതാ റീഡിംഗ് കോംപ്രഷൻ്റെ ആദ്യത്തെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. എജുബ്ലിസ് ലേണിംഗ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തയ്യാറാക്കിയ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇവിടെ. നിങ്ങൾക്ക് എപ്പോഴും എടുത്ത് വായിച്ച് നോക്കാം. അടുത്തായിട്ട് വരും അതിൻ്റെ PYQs നമ്മളിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിരുന്ന PYQ ക്വസ്റ്റ്യൻസ് 2025 PYQ ക്വസ്റ്റ്യൻസ് ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ റീഡിംഗ് കോംപ്രഷനിൽ ഏതൊക്കെ വർഷം ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ എജുബ്ലിസിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ്. അടുത്തത് അതിന് നമ്മൾ സാന്ദ്രമം കൊടുക്കുന്ന അസൈൻമെൻ്റ് ആണ് അടുത്തതിൽ കൊടുത്തിരിക്കുന്നത്. വെറും ക്ലാസ് കണ്ടുപോവുകയല്ല, അത് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു അസൈൻമെൻറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. കൂടാതെ ഇങ്ങനെ 3 അസൈൻമെൻറ്റ് കൊടുത്തത് മാത്രമല്ല എജുബ്ലിസ് നിങ്ങളെ കൈയൊയ്യുന്നില്ല. എജുബ്ലിസ് പിന്നെ വരുന്നത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനാണ്. നിങ്ങൾ ആദ്യം വരുന്നു, നിങ്ങൾ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ, നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുന്നു, NCET CUT ജനറൽ ടെസ്റ്റ്, സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു ഇംഗ്ലീഷ്. ഇതാ നിങ്ങൾക്ക് റീഡിംഗ് കോംപ്രഷൻ്റെ കോഴ്സ് കാണാം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സമയത്തോടു കൂടെയുള്ള -പോയിന്റ് അടക്കമുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എങ്ങനെയാണ് നടത്തുന്നത് അതുപോലെ തന്നെ എജുബ്ലിസ് ലേണിംഗ് ഇവിടെ നടത്തുന്നു. നമുക്ക് നോക്കാം. വെറുതെ ഗസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് 5 ചോദ്യങ്ങൾക്ക് ഉത്തരം വെറുതെ ഇവിടെ സാറ് ഗസ്റ്റ് ചെയ്യുകയാണ്. സബ്മിറ്റ് ചെയ്യുന്നു. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ആൻസറുകൾ കാണുന്നു. ടോട്ടൽ ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യനിൽ 2 എണ്ണമാണ് കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്. 3 എണ്ണം നമുക്ക് എന്തായിട്ടുണ്ട്, റോങ് ആൻസർ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. 5 ക്വസ്റ്റ്യന് 4 മാർക്ക് വീതം 20 മാർക്കാണ് ടോട്ടൽ വരേണ്ടത്. നമുക്ക് 2 എണ്ണം ശരിയായതുകൊണ്ട് കിട്ടിയിരിക്കുന്നത് വെറും 4 8 മാർക്കായിരുന്നു. പക്ഷേ അതിൽ തന്നെ നമുക്ക് 3 ക്വസ്റ്റ്യൻ മൈനസ് ആയി വന്നതുകൊണ്ട് 8ൽ നിന്ന് 3 കുറച്ചാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ 5 ആണ് 20-ൽ. CUT എങ്ങനെയാണ് എക്സാം നടത്തുന്നത് അതുപോലെ തന്നെ ടെസ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നമുക്കിനി ആൻസറിലേക്ക് പോകാം. കറക്റ്റ് ആൻസറുകൾ നമുക്കിവിടെ കാണാം. ഏതൊക്കെയാണ് കറക്റ്റ് ആൻസറുകൾ എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് എജുബ്ലിസ് ലേണിംഗിൻ്റെ ടെസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം. ഇനി വേറെ ഏതെങ്കിലും ടെസ്റ്റുകൾ നിങ്ങൾ എടുത്തു നോക്കൂ. നമുക്ക് ടോപ്പിക് വൈസ് ടെസ്റ്റുകളിലേക്ക് പോകാം. നമുക്ക് ഓരോ ചാപ്റ്ററുകളിലേക്ക് ടെസ്റ്റുകളിലേക്ക് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഫൗണ്ടേഷൻ ടെസ്റ്റുകൾ നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ കണ്ടിരിക്കാം. LCM ആൻഡ് SCF ടെസ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നമ്മൾ വെറുതെ റാൻഡമായിട്ട് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുകയാണ്. ചെയ്യുന്ന സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. -മാർക്ക് എത്രയാണെന്നും പോസിറ്റീവ് മാർക്ക് എത്രയാണെന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്യുന്നു. ചെയ്യുമ്പോൾ നിങ്ങൾ മാർക്ക് ലഭിക്കുന്നു. നിങ്ങൾക്ക് ചെക്ക് ആൻസർ ചെയ്യാം. പോരാത്തിന് ഇവിടെ എക്സ്പ്ലനേഷനും കൂടെ എജുബ്ലിസ് ലേണിംഗ് നിങ്ങൾ അവൈലബിൾ ആക്കിയിരിക്കുകയാണ്. ചെക്ക് ആൻസർ എടുക്കുമ്പം ഇവിടെ എക്സ്പ്ലനേഷനും കൊടുക്കുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് കുട്ടികൾക്ക് ടെസ്റ്റ് ചെയ്ത് എങ്ങനെ അവൻ്റെ തെറ്റ് തിരുത്താം, എങ്ങനെ തെറ്റുകൾ മനസ്സിലാക്കാം എന്നും എജുബ്ലിസ് ലേണിംഗ് ഇവിടെ അവതരിപ്പിക്കുന്നു. ഓക്കെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇനി അടുത്തതായിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ സെക്ഷനിലേക്ക് തന്നെ പോകാം.
NCET CUET ജനറൽ ടെസ്റ്റിൻ്റെ അടുത്ത ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ്സുകൾ എടുത്ത് നോക്കുമ്പോൾ ഇതുവരെ അവൈലബിൾ ആക്കിയിട്ടുള്ള ക്ലാസ്സുകൾ നോക്കൂ. നമ്പർ സിസ്റ്റവും HCF and LCM റേഷ്യോ പ്രൊപ്പോർഷൻ പാർട്ണർഷിപ്പ്, അങ്ങനെ ഇപ്പോൾ നിലവിൽ ഒരു മാസത്തോളം ഈ 2 ആഴ്ചയോളമായി പിന്നിടുന്ന നമ്മുടെ ഈ ഓൺഗോയിങ് ബാച്ചിന് അവൈലബിൾ ആക്കിയിട്ടുള്ള ക്ലാസ്സുകളാണിതിൽ. ഈ വർഷത്തെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ട് എജുബിൾസ് ലേണിംഗ് തന്നെ മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. SCF and LCM ക്ലാസ്സുകളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അതെ, നമുക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങൾ ക്ലാസ്സുകൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ നമ്മുടെ ക്ലാസ്സുകൾ നമ്മുടെ ഡയറക്റ്റ് മെന്റേഴ്സിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഈ ക്ലാസ്സിൽ ഇന്ന ഭാഗം മനസ്സിലായിട്ടില്ല സാറേ പറഞ്ഞു തരൂ. സ്പോട്ടിൽ നിങ്ങളെ കണക്ട് ചെയ്തതായിരിക്കും നമ്മുടെ മെന്റേഴ്സ്, നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം. ഇനി എജുബിൾസ് ലേണിംഗിൻ്റെ നിങ്ങൾക്ക് നേരെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ നിങ്ങളെ മെന്ററുമായി കണക്ട് ചെയ്യാൻ ഇവിടെ ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് എത്താം. നിങ്ങൾ എജുബിൾസ് ലേണിംഗിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് ഫുൾ സമയം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് അവിടെ നമ്മുടെ ഫാക്കൽറ്റികൾ, നമ്മുടെ മെന്റേഴ്സ് അവിടെ അവൈലബിൾ ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. ഇനി നിങ്ങൾ NCET CUET ജനറൽ ടെസ്റ്റ് മാറി നിങ്ങൾ BSc B.Ed എന്ന കോഴ്സാണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ നോക്കൂ, ഡൊമൈൻ സബ്ജക്റ്റുകൾ എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ ഡൊമൈൻ സബ്ജക്റ്റുകൾ കൊടുത്തതെന്ന് നോക്കൂ. കെമിസ്ട്രിയും നിങ്ങളിപ്പോൾ PCMB ആണ്, നമ്മുടെ സയൻസിൻ്റെ കോച്ചിങ് കോഴ്സിൽ നമ്മൾ കൊടുക്കുന്നത് PCMB ആണ്. PCMBയിലുള്ള ഓരോ ക്ലാസ്സുകളും കെമിസ്ട്രി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഹിഷാം സാറുടെ വളരെ സിലബസ് ഓറിയന്റേഷൻ ഇവിടെ ഉണ്ട്. 1ാമത്തെയും 2ാമത്തെയും ചാപ്റ്റർ അവൈലബിൾ ആക്കി കൊടുത്തു. 1ാമത്തെ ചാപ്റ്ററും 2ാമത്തെ ചാപ്റ്ററും ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റഡി മെറ്റീരിയൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ്റെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടേംസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫാക്കൽറ്റികൾ തയ്യാറാക്കിയിട്ടുള്ള മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് യൂസ് ചെയ്ത് പഠിക്കാം. സയൻസിലേക്ക് വരികയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് പ്യുവർ മാത്സും അപ്ലൈഡ് മാത്സും വളരെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് നമ്മളിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിലും നമ്പർ ആൻഡ് ക്വാണ്ടിഫിക്കേഷൻ ചാപ്റ്ററിലുള്ള ഇത്രയും വീഡിയോകൾ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആൾജിബ്രയിലെ വീഡിയോകൾ അവൈലബിൾ ആണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ വീഡിയോകൾ അവൈലബിൾ ആണ്. ഓരോ ചാപ്റ്ററിലും നമ്മുടെ വീഡിയോകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഫിസിക്സിൽ അഫ്സൽ സാറുടെ അഫ്സൽ സാർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എടുത്ത ക്ലാസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഓരോ ക്ലാസ്സുകളും നിങ്ങളിവിടെ കാണിച്ചു തരിക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ നമ്മളിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുന്നത് CUET ഹ്യൂമാനിറ്റീസ് ആവട്ടെ, ഇവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്ന പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, സോഷ്യോളജിയുടെ എല്ലാ ക്ലാസ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ നമ്മുടെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പ്ലസ് വീഡിയോ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയലുകൾ, ഇൻസ്റ്റൻറ്റ് സപ്പോർട്ട് സിസ്റ്റം, അതുപോലെ തന്നെ നമ്മൾ 3 തരത്തിലുള്ള ടെസ്റ്റുകളാണ് നമ്മളിവിടെ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 3 തരത്തിലുള്ള ടെസ്റ്റുകൾ, ഫൗണ്ടേഷൻ ടെസ്റ്റ് ഉണ്ട്, ടോപ്പിക് വൈസ് ടെസ്റ്റ് ഉണ്ട്, മെഗാ ടെസ്റ്റ് വരെ നമ്മളിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ, മെഗാ ടെസ്റ്റിലേക്ക് വരുമ്പോൾ CUET ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് 2024 60 ക്വസ്റ്റ്യൻ അടക്കുന്ന 1 മണിക്കൂർ ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാം. ഈ ടെസ്റ്റ് 1 മണിക്കൂർ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. വെറുതെ അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് നോക്കാം. മാർക്ക് കിട്ടിയിട്ട് അതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാം, നിങ്ങൾ എത്ര ക്വസ്റ്റ്യനായി. നിങ്ങൾക്ക് ഈ എക്സാം ഇപ്പോൾ തന്നെ തീർക്കണം. അതാ 60ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുക, 60ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് 22ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുക. അതിനുശേഷം നിങ്ങൾ 36ാമത്തെ 60ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് സബ്മിറ്റ് ചെയ്യാം. നമുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 300-ൽ വെറും 3 മാർക്കാണ് നിങ്ങൾ ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ആൻസറുകൾ ചെക്ക് ചെയ്യാം. ഓരോ ആൻസറിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, 1ാമത്തിൽ ഏതാണ് ശരി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓരോ ആൻസറുകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതാണ് നിങ്ങൾക്ക് എജുബിൾസ് ലേണിംഗ് എടുത്താലുള്ള ഏറ്റവും നല്ല ഉപകാരമായിട്ട് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ NCET CUET പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ എജുബിൾസ് ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് മാറുന്നതിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ തന്നെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഫാക്കൽറ്റികൾ നമുക്ക് എജുബിൾസ് ലേണിംഗിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ ആ ഫാക്കൽറ്റികളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഇവിടെ നൽകാൻ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, എജുബിൾസ് ലേണിംഗിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യാസ് ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ CUET NCET എക്സാം എന്നാണ് ഞങ്ങൾ എജുബിൾസിനെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കാരണം ഞങ്ങൾക്ക് പറയാൻ ഇവിടെ വാക്കുകളുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കുറച്ച് പ്രത്യേകതകളാണ് ഞങ്ങൾ ഇവിടെ നൽകുന്നത്. എന്തുകൊണ്ട് ഞങ്ങളെ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തത്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളെപ്പോലെ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ഉന്നതമായ സ്കോറോടുകൂടെ അവർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ട് നിലവിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫാക്കൽറ്റികൾ
കൂടാതെ ആ വിഷയത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റികൾ കൂടെയാണ് നമ്മുടെ ക്ലാസ് എടുക്കുന്നത്. റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് ഹൈബ്രിഡ് മോഡിലുള്ള ഒരു കോഴ്സാണ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് തന്നെയാണ് എജുബിലിസ് എടുക്കാനുള്ള ഏറ്റവും വലിയൊരു കാരണവും. പേഴ്സണലൈസ്ഡ് മെന്റേഴ്സ്, നിങ്ങൾ നമ്മുടെ കോഴ്സിൽ അഡ്മിഷൻ നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് തന്നെ ഒരു മെന്ററെ അസൈൻ ചെയ്ത് തരുന്നതാണ്. ആ മെന്ററുമായിട്ട് നിങ്ങൾക്ക് ഫുൾ ടൈം നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്നുള്ളതാണ് അടുത്തൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ടെസ്റ്റ് സീരീസ്, ഞാൻ പറഞ്ഞതുപോലെ ആപ്പിലുള്ള ടെസ്റ്റ് സീരീസ് ആണ് നിങ്ങൾ ഏറ്റവും ഉന്നതമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ എക്സാമിനെടുത്ത് ഏൽപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ ലേണിംഗ് ആപ്പിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. നമ്മുടെ ഫാക്കൽറ്റികളെ ഇനി പരിചയപ്പെടുത്തി തരികയാണ്. വളരെ പ്രശസ്തരായിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിലവിലെ ഫാക്കൽറ്റികൾ നമുക്ക് ഇവിടെയുണ്ട്. ഓരോ വിഷയത്തിലും അഗ്രഗണ്യരായ ഫാക്കൽറ്റികൾ തന്നെ നമ്മൾ ഇത്രയും കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ റിസൾട്ടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഡ്രീം ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മളിലൂടെ എത്തിയ ഒരുപാട് വിദ്യാർത്ഥികളുടെ ഫോട്ടോയും പേരുകളും ഇവിടെ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുകയാണ്. നാളെ ഒരു പക്ഷേ നിങ്ങളുടെ പേരും നിങ്ങളുടെ കോഴ്സിൽ ഒരുമിച്ച് ചേർന്നാൽ നമുക്കൊന്നിച്ച് നിങ്ങളുടെ പേരുകളും പുറം ലോകത്തൊക്കെ വെളിപ്പെടുത്താനാകും. ഈ ഒരു ജേണിയിൽ CUET NCET എക്സാം നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഈ ജേണിയിൽ ഒരു നല്ല ഓപ്ഷനായിട്ട് എജുബിലിസ് മാറും എന്നതിലൊരു സംശയവുമില്ല. ഇറ്റ്സ് മീ മുഹമ്മദ് സാലിഹ് ഫ്രം എജുബിലിസ് ലേണിംഗ്. ഇവിടെ ഞങ്ങൾ ഈ കോഴ്സിൻ്റെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു നിർത്തുകയാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള ഞങ്ങളുടെ നമ്പറിൽ അഡ്മിഷൻ കൗൺസിലറുടെ നമ്പറിൽ കണക്ട് ചെയ്യാം. എല്ലാ ഡൗട്ടും അവർ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്കും പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.